അപ്പോൾ ഹൈപ്പും പ്രൊമോഷനും ഒന്നുമില്ലാതെ എത്തുന്ന ഒരു പുതുമുഖ സംവിധായകന്റെ ചിത്രത്തിന് കണ്ണും പൂട്ടി ടിക്കറ്റ് എടുക്കണമെങ്കിൽ ആ സിനിമയുടെ നായകന്റെ പേര് മമ്മൂട്ടി എന്നായിരിക്കണം. ബസൂക്ക ഡയറക്ടഡ് ബൈ ഡിനോ ഡെന്നീസ്. അപ്പോൾ സൈലന്റ് ആയി വന്ന് ബ്ലോക്ക് ബസ്റ്റർ ആകുമ്പോൾ ബസൂക്ക നമുക്ക് കണ്ടറിഞ്ഞ് ഓടിച്ചോന്ന് ചോദിച്ചു നോക്കാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. സൂപ്പർ സസ്പെൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പക്ഷെ അങ്ങനെ വന്നല്ലോ. അടിപൊളി സിനിമയാണ്. അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി വേറെ ലെവല് സിനിമയാണ്. എന്റെ മാഡം സാർ കലക്കി പൊളിച്ചിരിക്കുക. എന്തോ അപ്ലാസ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ അണ്ണന്റെ പേരിന്റെ ആറാട്ടണ്ണൻ. ആറാട്ടണ്ണന്റെ ഒരു വരവുണ്ട് കേട്ടോ. ഒന്നൊന്നൊരു വരക്ക് വരുന്നത്. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. സൂപ്പർ പടമാണ്. നല്ല ഗെയിമിംഗ് ത്രില്ലിംഗ് പടമാണ്. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ത്രില്ലർ മാച്ച് പടമാണ്. പിള്ളേരൊക്കെ പറയത്തില്ലോ കൊലമാസ്. വേറൊന്നുമല്ല, മമ്മൂട്ടിയുടെ ആദ്യത്തെ 1000 കോടി സിനിമ. അതിച്ചിരി കൂടുതലല്ലേ? ഈ പടത്തിനകത്ത് ഒരു ക്യാമിയോ റോള് കൊണ്ടുവന്നിട്ടുണ്ട്. ഗതികേട്. എന്തുവാ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടനെ കൊണ്ടുവന്നിട്ട് ഇവനൊക്കെ എന്തുവാ കാണിക്കുന്നത്? നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. ലാസ്റ്റ് അരമണിക്കൂർ ഫുള്ള് മമ്മൂട്ടി അഴിഞ്ഞാട്ടം തന്നെ പറയാം. അതെ മമ്മൂക്കയുടെ തീർച്ചയായും പറയാം. അഴിഞ്ഞാട്ടം തന്നെ. മമ്മൂട്ടിയാണ് സിനിമ കൊണ്ടുപോയത്. മമ്മൂട്ടി കത്തിച്ചു. എല്ലാവർക്കും എന്നെ മതി. പുതിയൊരു മമ്മൂട്ടി എന്ന് വെച്ചാൽ പുതിയൊരു ആരും കാണാൻ വേറൊരു ക്യാരക്ടർ. മമ്മൂക്കായെ ഇതുവരെ ഇങ്ങനൊരു രീതിയിൽ കണ്ടിട്ടില്ല. അങ്ങനെ എന്തെല്ലാം കാണാൻ കിടക്കുന്നു. കൊടുത്ത പൈസക്ക് പുറത്താണോ? അതിലും വെറുത്ത്. കൊടുത്ത പൈസക്ക് ഡബിൾ വെറുത്താണ് മമ്മൂക്ക. അത് ഗംഭീര. എന്താണ് ഏറ്റവും സത്യം സാർ കോരി കോരി തരിച്ചു പോയി. കൊള്ളായിരുന്നോ? അതോ കൊള്ളാം, എല്ലാം പോസിറ്റീവാണ്, നെഗറ്റീവ് ആയിട്ടൊന്നുമില്ല. 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കും? അങ്ങനെയാണ് 5-ൽ ഞാൻ 5 കൊടുക്കും. ആൾക്കാർ എഴുന്നേറ്റ് നിന്നായിരുന്നു കൈ. വൻ പൊളി. കൂടുതലൊന്നും പറയുന്നില്ല, സ്പോയിലർ ആയി പോകും. ക്ലൈമാക്സ് ഒക്കെ രോമാഞ്ചം. മതി ഗോപാലകൃഷ്ണ, മതി. എനിക്കിപ്പോ അവരെ കാണണം. പുറപ്പെട്. ഓക്കെ ബൈ. പോയിട്ട് വരാം.